ഹലോ ഗൈസ്, ഇന്ന് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത് വിൻഡോസ് സെർവറിൻ്റെ പാസ്വേഡ് നമ്മൾ മറന്നുപോയെങ്കിൽ അത് എങ്ങനെ റീസെറ്റ് ചെയ്യാമെന്നാണ്. അപ്പോൾ നമുക്കത് നോക്കാം. അപ്പോൾ ഞാൻ ഇതിനകത്ത് കാണിക്കുന്നത് ഒരു വിൻഡോസ് സെർവർ ക്രിയേറ്റ് ചെയ്തിട്ട് കീ പറഞ്ഞു കൊടുക്കും. ആ കീ വെച്ചിട്ട് ഞാനൊരു പാസ്വേഡ് ജനറേറ്റ് ചെയ്യും. അത് ഡിഫോൾട്ട് പാസ്വേഡ് ആയിരിക്കും. എന്നിട്ട് ഞാൻ ലോഗിൻ ചെയ്തു. അതിനുശേഷം ഞാൻ പാസ്വേഡ് റീസെറ്റ് ചെയ്യുന്നുണ്ട്. എന്നിട്ടാണ് ഞാൻ ട്രൈ ചെയ്യുന്നത്. അപ്പോൾ നമുക്കത് നോക്കാം എങ്ങനെ ചെയ്യുന്നുള്ളത്. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നോക്കാം. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് EC2ൻ്റെ ഡാഷ്ബോർഡിലാണ് നിൽക്കുന്നത്. ഞാനൊരു വെബ് സെർവർ റണ്ണിങ് ആണ്. 2016 ആണ് റൺ ചെയ്യുന്നത്. വിൻഡോസ് സെർവറാണ്. അപ്പോൾ ഞാൻ ഈ സെർവർ ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ഒരു കീ യൂസ് ചെയ്തിരുന്നു. ആ കീ വെച്ചിട്ടാണ് എനിക്ക് പാസ്വേഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ ഞാൻ സെർവർ സെലക്ട് ചെയ്തതിന് ശേഷം കണക്റ്റ് കൊടുക്കുക. RDP ക്ലയൻറ്റ് സെക്ഷനിൽ വരിക. അവിടെ നമ്മൾ ഏത് കീ ആണോ കൊടുത്തത് ആ കീ വെച്ചിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി ഗെറ്റ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ഗെറ്റ് പാസ്വേഡ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മുടെ കീ എവിടെയാണോ ഡൗൺലോഡ് ചെയ്ത് വെച്ചത് ആ പാത്ത് കാണിച്ചു കൊടുത്തിട്ട് കീ ഡിക്രിപ്റ്റ് പാസ്വേഡ് കൊടുക്കുക. അപ്പോൾ ബ്രൗസ് ചെയ്യുക, ആ കീ പറഞ്ഞു കൊടുക്കുക. എൻ്റെ ഡൗൺലോഡ്സിലാണ് കീ കൊടുക്കുന്നത്, ഞാൻ ആ കീ യൂസ് ചെയ്യുന്നു. എന്നിട്ട് ഡിക്രിപ്റ്റ് കൊടുക്കുക. അപ്പോൾ എനിക്ക് പുതിയൊരു പാസ്വേഡ് കിട്ടും. ഇത് ഡിഫോൾട്ട് പാസ്വേഡാണ്. ഈ കീ വെച്ചിട്ട് നമ്മൾ എത്ര പ്രാവശ്യം ജനറേറ്റ് ചെയ്താലും സെയിം പാസ്വേഡ് തന്നെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ആ പാസ്വേഡ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുവാണ്. എന്നിട്ട് നമുക്ക് ഈ പാസ്വേഡ് വെച്ചിട്ട് നമുക്ക് കണക്ട് ചെയ്യാം. അപ്പോൾ ആ RDP കണക്ട് ചെയ്യാനായിട്ട് എനിക്ക് അതിൻ്റെ പബ്ലിക് IP വേണം, അതുപോലെ തന്നെ യൂസർ നെയിം വേണം, ഇപ്പം നമ്മൾ ജനറേറ്റ് ചെയ്ത പാസ്വേഡും വേണം. അത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ ഈ സെർവറിലേക്ക് കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്കത് എങ്ങനെയാണെന്നുള്ളത് നോക്കാം ആദ്യം തന്നെ. അപ്പോൾ ഞാനിപ്പോൾ റിമോട്ട് ഡെസ്ക്ടോപ്പിൻ്റെ ടൂൾ എടുത്തു. അതിനകത്ത് ഞാൻ ആ സെർവറിൻ്റെ IP അല്ലെങ്കിൽ ആ പബ്ലിക് DNS എന്താണെന്ന് വെച്ചാൽ കൊടുക്കാം. പബ്ലിക്കലി ആക്സസബിൾ ആയിട്ടുള്ള IP DNS നെയിം ആയിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ ഞാനത് കോപ്പി ചെയ്ത് അത് പേസ്റ്റ് ചെയ്തു. എന്നിട്ട് യൂസർ നെയിം അഡ്മിനിസ്ട്രേറ്ററാണ് കൊടുക്കേണ്ടത്. പാസ്വേഡ് നമ്മളിപ്പോൾ ഗെറ്റ് പാസ്വേഡ് കൊടുത്തപ്പോൾ കിട്ടിയ പാസ്വേഡും കൊടുക്കുക. പാസ്വേഡ് ഞാനിപ്പോൾ സേവ് ചെയ്ത് വെച്ചിരുന്നു. അത് കോപ്പി ചെയ്തിട്ട് സേവ് ചെയ്യുക. എന്നിട്ട് ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എനിക്ക് എൻ്റെ റിമോട്ട് ഡെസ്ക്ടോപ്പിലേക്ക് അതായത് സെർവറിലേക്ക് എനിക്ക് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്ത പാസ്വേഡ് വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്തത്. ഇപ്പോൾ ഞാൻ സെർവറിലേക്ക് കണക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എനിക്ക് ഈ പാസ്വേഡ് മാറ്റണം. ഇത് ഡിഫോൾട്ട് പാസ്വേഡാണ്, അല്ലെങ്കിൽ ഡിഫോൾട്ട് കീ വെച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പോൾ നമുക്ക് പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യണമെന്ന് നോക്കാം. അതിന് മുന്നേ ഞാൻ ആ സെയിം പെം കീ വെച്ചിട്ട് തന്നെ ഒന്നും കൂടി പാസ്വേഡ് ഡിക്രിപ്റ്റ് ചെയ്ത് നോക്കുവാണ്. സെയിം പാസ്വേഡ് തന്നെയാണോ കിട്ടുന്നതെന്ന് നോക്കാം. ഞാനിപ്പോൾ സെർവർ സെലക്ട് ചെയ്തു, RDP ക്ലയൻറ്റ് വന്നു, ഗെറ്റ് പാസ്വേഡിൽ ക്ലിക്ക് ചെയ്തു, ബ്രൗസ് ചെയ്തിട്ട് എൻ്റെ കീ കൊടുക്കുവാണ്. ഞാൻ ഏത് കീ വെച്ചിട്ടാണോ സെർവർ ചെയ്ത് ആ കീ തന്നെയാണ് കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ഡിക്രിപ്റ്റ് ചെയ്യുന്നത് വെച്ചാൽ സെയിം കീസാണ് അതിനകത്തുള്ളത്. അതുകൊണ്ട് സെയിം പാസ്വേഡ് തന്നെ ആയിരിക്കും ഡിക്രിപ്റ്റ് ചെയ്യുമ്പോൾ കിട്ടുന്നത്. ഇപ്പോൾ ഞാൻ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച പാസ്വേഡും ഇപ്പോൾ ഡിക്രിപ്റ്റ് ചെയ്ത പാസ്വേഡും സെയിം ആണ്, വ്യത്യാസമൊന്നുമില്ല. അപ്പോൾ എന്തായാലും എനിക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കാം. എൻ്റെ സെർവർ ഇപ്പോൾ റണ്ണിങ് ആണ്. ഓൾറെഡി ഞാൻ ലോഗിൻ ചെയ്തിട്ടുണ്ട് ഈ യൂസർ നെയിം പാസ്വേഡ് വെച്ചിട്ട്. അപ്പോൾ നമുക്ക് പാസ്വേഡ് എങ്ങനെ റീസെറ്റ് ചെയ്യണമെന്ന് നോക്കാം. നേരെ സ്റ്റാർട്ടിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം കമ്പ്യൂട്ടർ മാനേജ്മെൻറ്റ് എടുക്കുക. അതിനകത്ത് ലോക്കൽ യൂസേഴ്സ് ആൻഡ് ഗ്രൂപ്പ്സ് കാണും, അതിൽ സെലക്ട് ചെയ്യുക. അതിൽ യൂസേഴ്സിൽ എടുത്തതിന് ശേഷം ഏത് യൂസറാണോ വേണ്ടത്, എനിക്ക് അഡ്മിനിസ്ട്രേറ്ററാണ് വേണ്ടത്, സെറ്റ് പാസ്വേഡ് കൊടുക്കുക. പാസ്വേഡ് പുതിയ പാസ്വേഡും പഴയ പാസ്വേഡും കൊടുക്കുക, അല്ല കൺഫേം പാസ്വേഡും കൊടുക്കുക, ഓക്കെ കൊടുക്കുക. ഇപ്പോൾ എൻ്റെ പാസ്വേഡ് റീസെറ്റ് ചെയ്തു. ഇപ്പോൾ പഴയ പാസ്വേഡ് മാറിയിട്ട് പുതിയ പാസ്വേഡാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഇനി ഞാൻ സൈൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത പ്രാവശ്യം ലോഗിൻ ചെയ്യുമ്പോൾ എനിക്ക് പുതിയ പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നമുക്കത് ഒന്ന് സൈൻ ഔട്ട് ചെയ്തിട്ട് നമുക്കൊന്ന് ലോഗിൻ ചെയ്ത് നോക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ സൈൻ ഔട്ട് കൊടുക്കുവാണ്. സൈൻ ഔട്ട് കൊടുത്ത് ഓക്കെ കൊടുത്തു, സൈൻ ഔട്ടായി. ഞാൻ സെർവറിൽ നിന്ന് എക്സിറ്റ് ആയിട്ടുണ്ട്. ഞാൻ ഒന്നും കൂടി കണക്ട് ചെയ്ത് നോക്കുവാണ്. പഴയ പാസ്വേഡ് വെച്ച് തന്നെ ഫസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഞാൻ ആ പാസ്വേഡ് കോപ്പി ചെയ്തിട്ട് ഒന്ന് പേസ്റ്റ് ചെയ്ത് കണക്ട് ചെയ്യാൻ ട്രൈ ചെയ്യുവാണ്. അപ്പോൾ എനിക്ക് എറർ അടിക്കും, ലോഗോൺ അറ്റംപ്റ്റ് ഫെയിൽഡ് എന്നായിരിക്കും എറർ വരുന്നത്. അതായത് എൻ്റെ പഴയ കീ വെച്ചിട്ട് എനിക്ക് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല. ഓൾറെഡി ഞാൻ പാസ്വേഡ് റീസെറ്റ് ചെയ്തുകൊണ്ട്. പാസ്വേഡ് റീസെറ്റ് ചെയ്തില്ലായിരുന്നു നമുക്കിങ്ങനെ ഈ പാസ്വേഡ് തന്നെ നമുക്ക് ഇതേപോലെ കീ വെച്ചിട്ട് ഡിക്രിപ്റ്റ് ചെയ്ത് നമുക്ക് ആ പാസ്വേഡ് യൂസ് ചെയ്യാമായിരുന്നു. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ SSM സർവീസ് വെച്ചിട്ടാണ് റീസെറ്റ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ സെർവറിൽ SSM സർവീസ് റണ്ണിങ് ആണെന്ന് ഫസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തേക്കാം. ബൈ ഡിഫോൾട്ട് വിൻഡോസ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ SSM സർവീസ് ഇൻസ്റ്റാൾഡും ആണ്, റണ്ണിങ്ങും ആയിരിക്കും. നമുക്കൊന്ന് ചെക്ക് ചെയ്തേക്കാം. അത് നിങ്ങളെ കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ സെർവർ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതെല്ലാം റണ്ണിങ് ആണോ എന്ന് ജസ്റ്റ് ചെക്ക് ചെയ്തേക്കാം. ഇപ്പോൾ എൻ്റെ SSM ആമസോൺ SSM ഏജൻറ്റ് റണ്ണിങ് ആണ്. ഇത് റണ്ണിങ് ആണ്, പക്ഷേ എൻ്റെ SSM സർവീസിൽ പോയി ചെക്ക് ചെയ്താൽ അവിടെ കാണണമെന്നില്ല. അതിന് നമ്മൾ റോഡ് ക്രിയേറ്റ് ചെയ്തിട്ട് EC2 ആയിട്ട് അറ്റാച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ ഞാനിപ്പോൾ SSMൻ്റെ കൺസോളിലാണ് വന്നിരിക്കുന്നത്. അവിടെ ഫ്ലീറ്റ് മാനേജറിൽ ക്ലിക്ക് ചെയ്യുക.
ഇവിടെ ഗെറ്റ് സ്റ്റാർട്ടർ കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ശരിക്കും എനിക്ക് ആ സെർവർ ഇവിടെ കാണേണ്ടതാണ്. അവിടെ ഓൾറെഡി സർവീസ് റണ്ണിങ് ആണ് ആ സെർവറിൽ. പക്ഷേ ഇവിടെ എനിക്ക് കാണിക്കുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റോള് ക്രിയേറ്റ് ചെയ്യണം. അതായത് SSM ആക്സസ് പ്രൊവൈഡ് ചെയ്തുകൊണ്ട് ആ EC2 സെർവറിന് പ്രൊവൈഡ് ചെയ്യണം. അതിനുവേണ്ടി റോള് ക്രിയേറ്റ് ചെയ്തിട്ട് അവിടെ അറ്റാച്ച് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ IAMൻ്റെ കൺസോളിൽ വന്നതിന് ശേഷം ഒരു പുതിയൊരു റോള് ക്രിയേറ്റ് ചെയ്യുകയാണ്. റോളിൽ വരിക, ക്രിയേറ്റ് റോള് കൊടുക്കുക. ഇവിടെ EC2 ആണ് സെലക്ട് ചെയ്യേണ്ടത്. ട്രസ്റ്റ് ഐഡൻറ്റിറ്റി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് പെർമിഷൻ കൊടുക്കുക. ഫിൽറ്റർ ടാബിൽ SSM എന്ന് ടൈപ്പ് ചെയ്യുക. നമുക്ക് SSM ആണ് EC2 കൊടുക്കേണ്ടത്, പെർമിഷൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ 2 പെർമിഷൻ ഉണ്ട്. SSM ഫുൾ ആക്സോ അല്ലെങ്കിൽ SSM ആമസോൺ EC2 റോൾ ഫോർ SSM ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഞാൻ ആമസോൺ EC2 റോൾ ഫോർ SSM ആണ് ഞാൻ ചൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഫുൾ പെർമിഷൻ കൊടുക്കാവുന്നതാണ്, ഫുൾ ആക്സ് കൊടുക്കാവുന്നതാണ്. ഞാൻ EC2 റോൾ ഫോർ SSM മാത്രമേ കൊടുക്കുന്നുള്ളൂ. ടാഗ് നെയിം എന്താണെന്ന് വെച്ചാൽ അത് കൊടുക്കാം. ഞാൻ ജസ്റ്റ് ഡെമോ എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. അതിനുശേഷം റോൾ നെയിം കൊടുക്കുക, ഡിസ്ക്രിപ്ഷൻ ആവശ്യമുള്ളത് കൊടുക്കുക, എന്നിട്ട് ക്രിയേറ്റ് റോൾ കൊടുക്കുക. ഞാനിപ്പോൾ റോൾ നെയിം കൊടുത്ത് EC2 SSM റോൾ എന്നാണ് ഞാൻ റോൾ നെയിം കൊടുത്തത്. ക്രിയേറ്റ് റോൾ കൊടുത്തു. അപ്പോൾ എൻ്റെ റോള് ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ഈ റോൾ എനിക്ക് എൻ്റെ EC2 അറ്റാച്ച് ചെയ്ത് കൊടുക്കണം. എന്നാൽ മാത്രമേ എനിക്ക് SSMൻ്റെ കൺസോളിൽ ആ EC2 ഡാഷ്ബോർഡിൽ വരത്തുള്ളൂ. എന്നാൽ മാത്രമേ എനിക്ക് SSM ത്രൂ എനിക്ക് ആ EC2 മാനേജ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വെബ് സെർവറിൽ വന്നു, ആ EC2 ചൂസ് ചെയ്തു. വെബ് സെർവർ 2000 ആക്ഷനിൽ പോവുക. എന്നിട്ട് സെക്യൂരിറ്റിയിൽ മോഡിഫൈ IAM റോൾ സെലക്ട് ചെയ്യുക. ഇവിടെ ഞാനിപ്പോൾ ക്രിയേറ്റ് ചെയ്ത റോള് വന്നിട്ടുണ്ട്. അത് ഞാൻ പറഞ്ഞു കൊടുത്ത് സേവ് ചെയ്തു. അപ്പോൾ എൻ്റെ EC2 ഞാനിപ്പോൾ ഇപ്പോൾ ഞാൻ ക്രിയേറ്റ് ചെയ്ത റോള് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ആ റോളിൽ SSM സർവീസ് മാത്രമേ അലോ ചെയ്തിട്ടുള്ളൂ EC2. ഇപ്പോൾ റോള് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് ടൈം എടുക്കും SSMൻ്റെ കൺസോളിൽ അത് വരാനായിട്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് SSM കൺസോളിൽ ചെന്ന് നോക്കാം. അവിടെ ഫ്ലീറ്റ് മാനേജർ ഓൾറെഡി ഞാൻ ഓപ്പൺ ആണ്. അവിടെ വന്നുള്ളെങ്കിൽ റിഫ്രഷ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ സെർവർ ഇപ്പോൾ ഇതിനകത്ത് ഈ ഫ്ലീറ്റ് മാനേജറിൽ വന്നിട്ടുണ്ട്. ഇവിടെ നിന്നുകൊണ്ട് എനിക്ക് ഈ സെർവറിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് സ്റ്റാർട്ട് സെഷൻ, അതായത് പവർ ഷെൽ കമാൻഡ് ഇവിടെ നിന്നുകൊണ്ട് യൂസ് ചെയ്യാം, റീസ്റ്റാർട്ട്, അങ്ങനെ എന്ത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് പാസ്വേഡ് റീസെറ്റാണ് ചെയ്യേണ്ടത്. അതിനകത്ത് തന്നെ ഓപ്ഷൻ ഉണ്ട് പാസ്വേഡ് റീസെറ്റ്. അതുവഴി നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഏത് യൂസർ നെയിമാണെന്ന് വെച്ചാൽ അത് കൊടുക്കുക, സബ്മിറ്റ് കൊടുക്കുക. പക്ഷേ ഇവിടെ ഒരു ഇഷ്യൂ പറയുന്നുണ്ട്. അതായത് നമുക്ക് എൻക്രിപ്ഷൻ എനേബിൾ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ അത് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അത് അടുത്ത മെത്തേഡിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ ഈ മെത്തേഡിൽ ഞാൻ പവർ ഷെൽ കമാൻഡ് വെച്ചിട്ടാണ് ഞാൻ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ സെർവർ സെലക്ട് ചെയ്തതിന് ശേഷം സ്റ്റാർട്ട് സെഷൻ കൊടുക്കുക. അപ്പോൾ എനിക്ക് CLI മോഡ് കിട്ടും. ഇവിടെ എനിക്ക് പവർ ഷെൽ കമാൻഡ് CLI കമാൻഡ് എന്ത് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. ഞാനിപ്പോൾ IP കോൺഫിഗ് അടിച്ചപ്പോൾ എനിക്ക് IPC കിട്ടിയ സെർവറിൻ്റെ. അപ്പോൾ എനിക്ക് ഇനി വേണ്ടത് പാസ്വേഡ് റീസെറ്റ്. എനിക്ക് പാസ്വേഡ് അറിയില്ല. ഞാൻ നേരത്തെ നിങ്ങളെ ലോഗിൻ ചെയ്ത് കാണിച്ചത് SSM ഏജൻറ്റ് സർവീസ് റണ്ണിങ് ആണോന്ന് അറിയാൻ വേണ്ടിയാണ് കാണിച്ചത്. അപ്പോൾ ഇവിടെ നെറ്റ് യൂസർ, ഏത് യൂസറിൻ്റെ പാസ്വേഡാണോ നിങ്ങൾക്ക് മാറ്റേണ്ടത് ആ യൂസർ നെയിം ഇവിടെ അടിച്ചു കൊടുക്കുക, സ്പേസ്, നിങ്ങൾക്ക് വേണ്ട പാസ്വേഡും കൂടി കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ നെറ്റ് യൂസർ അഡ്മിനിസ്ട്രേറ്ററിന് കൊടുത്തു. എനിക്ക് വേണ്ട ഒരു പാസ്വേഡ് ഞാൻ കൊടുക്കുവാണ്. എന്തെങ്കിലും ഒരു പാസ്വേഡ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാസ്വേഡ് കൊടുക്കാം, അല്ലെങ്കിൽ ആക്ച്വൽ പാസ്വേഡ് ഇവിടെ കൊടുക്കാം, അല്ലെങ്കിൽ ഒരു ജസ്റ്റ് പാസ്വേഡ് കൊടുത്തിട്ട് ലോഗിൻ ചെയ്തിട്ട് നിങ്ങൾക്ക് പിന്നീട് പാസ്വേഡ് മാറ്റാവുന്നതാണ്. എൻ്റെ പാസ്വേഡ് മാറ്റി ഞാൻ പാസ്വേഡ് @123 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ആ പാസ്വേഡ് വെച്ചിട്ട് ഞാൻ ഇനി RDP ഒന്ന് കണക്ട് ചെയ്ത് നോക്കുവാണ്. അപ്പോൾ ഞാൻ RDP ഓൾറെഡി എടുത്തിട്ടുണ്ടായിരുന്നു, അതിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനപ്പോൾ പുതിയ പാസ്വേഡ് ഞാൻ ടൈപ്പ് ചെയ്യുവാണ്. പാസ്വേഡ് @123. അപ്പോൾ നമുക്ക് ഷോ ചെയ്ത് നോക്കാം പാസ്വേഡ്. ആ സെയിം പാസ്വേഡ് വെച്ചിട്ടാണ് ഞാൻ കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ കൊടുക്കുക. അതേപോലെ നിങ്ങൾക്ക് ഇവിടെ പവർ ഷെൽ കമാൻഡുകളോ CLI കമാൻഡുകളോ എന്തുവേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വർക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ എൻ്റെ RDP കണക്റ്റ് ആവുന്നുണ്ട്. ഞാൻ എൻ്റെ പാസ്വേഡ് മറന്നുപോയി. ഞാൻ SSM സർവീസ് വെച്ചിട്ട് പാസ്വേഡ് റീസെറ്റ് ചെയ്തു. എന്നിട്ട് പുതിയ പാസ്വേഡ് വെച്ചിട്ടാണ് ഞാനിപ്പോൾ RDP കണക്ട് ചെയ്തിരിക്കുന്നത്. ഇതൊരു മെത്തേഡാണ്. നമുക്ക് പല രീതിയിൽ നമുക്ക് പാസ്വേഡ് റീസെറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതേപോലെ പുതിയ വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യുക.